അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ ജോലി ഞാനും ഈ വിദ്യാലയത്തിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം ഈ വിദ്യാലയത്തിൽ ശോഭ ടീച്ചറുടെ ഒപ്പം ജോലി ചെയ്യുവാനും ശോഭ ടീച്ചറുടെ നിർദ്ദേശവും നാളെയും സ്കൂളുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് എൻ്റെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കരുതുന്നത്. ഔപചാരികമായി ടീച്ചർ ഹെഡ് മിസ്ട്രസ് എന്നുള്ള രീതിയിൽ ഒപ്പുവയ്ക്കാൻ തടസ്സമുണ്ടെങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളിലും സ്കൂളിൻ്റെ അനുദിനമുള്ള പ്രവർത്തനങ്ങളിലും വളർച്ചയിലും ടീച്ചറിൻ്റെ കയ്യെ കൊണ്ടുപോയിരിക്കാമെന്നാണ് എനിക്ക് വളരെ ഇനി ഇത് പറയാൻ മാനേജർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഞാൻ ഉദ്ധരിക്കുന്ന ഒരു സംഖ്യയൊക്കെ ഞാൻ 1-2 മാസത്തിൽ ഓണത്തിന് മുമ്പായിട്ട് ഔദ്യോഗികമായി സ്ഥാനം വേണ്ടിയാണ്. വളരെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സ്ഥാനം എന്തു ചൊല്ലേണ്ടു ഞാൻ ആത്മമിത്രങ്ങളെ, നന്ദിയോ കടപ്പാടോ യാത്രാമൊഴികളോ. പതിറ്റാണ്ടായി നിങ്ങൾ തന്നാദരം മറക്കുവാൻ ഒരിക്കലും എനിക്കാവണില്ല. ഉയരേകി ഉണർവേകി നിങ്ങൾ തൻ വാക്കുകൾ കരുത്തേകി കുളിരേകി. എനിക്കെന്നുമെന്നും പെരുമരം പോലെ വളർന്നൊരീ സൗഹൃദം കരളിൻ്റെ ചെപ്പിലടച്ചു ഞാൻ. സൂക്ഷിക്കാം മറക്കില്ലൊരിക്കലും ഉലാനി മണ്ണിനെ. സ്നേഹനിധികളാം ശിഷ്യഗണങ്ങളെ താങ്ങായി കനാലായി മാർഗദർശിയായി ചേർത്തു നിർത്തിയ വളർത്തിയ പ്രിയരേ, നന്ദിയോടെന്നും നിങ്ങളെ ഓർത്തിടാൻ നേരുന്നു. നിങ്ങൾക്കു നന്മകൾ മാത്രം നേരുന്നു. നിങ്ങൾക്കു നന്മകൾ മാത്രം നേരുന്നു. നിങ്ങൾക്കു നന്മകൾ. എനിക്കെന്നുമെന്നും പെരുമരം പോലെ വളർന്നൊരീ സൗഹൃദം കരളിൻ്റെ ചെപ്പില.
എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഈശ്വരൻ കൂടെ നിന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ മാനേജർ ഒരു റിക്വസ്റ്റ് പറഞ്ഞു സ്കൂളിൽ വരണമെന്നുള്ളത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു. ഞാനതെൻ്റെ ചേച്ചിയായിട്ട് പങ്കുവെച്ചു. ഒരു മാസമെങ്കിലും ടീച്ചർ സ്ഥിരമായിട്ട് വരണം. എനിക്ക് പറയാനുള്ളത്, ഞാൻ ആയുസ്സും ആരോഗ്യവും സാഹചര്യവും എനിക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വിദ്യാലയം മാത്രമാണ്. എന്നാൽ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം സഹകരിക്കും. ഞാൻ പറയാം. എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്, സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച നാളുകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വിഷയം മാത്സാണ്. ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട് മലയാളം പഠിപ്പിക്കാൻ കിട്ടുന്നത്. സോഷ്യലാണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷെ അത് എനിക്ക് കൂടുതൽ ഇഷ്ടമല്ലാത്ത വിഷയം. ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ഞാനിങ്ങനെ പോകാറുണ്ടെന്നപ്പോൾ ഞാൻ തന്നെ ഒരു കവിത പോലെ എഴുതി. ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ പോണ പോക്കിലുള്ള ടീച്ചർക്ക് എന്താണ് മക്കളോ എന്തായിരുന്നാലും എൻ്റെ കൂടപ്പുറപ്പുകളല്ലേ നിങ്ങളെല്ലാം. ഞാൻ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയാണ് പറയണമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഞാൻ പറയും. മിത്രങ്ങളിൽ നന്ദിയോ കടപ്പാടോ യാത്രാമൊഴികളോ 3 പതിറ്റാണ്ടായി നിങ്ങൾ തന്നാദരം മറക്കുവാനൊരിക്കലും എനിക്കാവണില്ല. ഉയിരേകി ഉണർവേകി നിങ്ങൾ തൻ വാക്കുകൾ കരുത്തേകി കുളിരേകി എന്നും പെരുമരം പോലെ വളർന്നൊരീ സൗഹൃദം കരളിൻ്റെ ചെപ്പിൽ അടച്ചു ഞാൻ സൂക്ഷിക്കും. മറക്കില്ലൊരിക്കലും കൂരാനി മണ്ണിനെ സ്നേഹാനിധികളാം ശിഷ്യാഗണങ്ങൾ താങ്ങായി തണലായി മാർഗദർശിയായി ചേർത്തു നിർത്തി എന്നെ വളർത്തിയ പ്രിയൻ. നന്ദിയോടെന്നും നിങ്ങളെ ഓർക്കുന്ന നിങ്ങൾക്ക് നേരുന്നു നന്മകൾ മാത്രം. നിങ്ങൾക്ക് നേരുന്നു നന്മകൾ മാത്രം. ശൂന്യം